Hello guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രാഫ് എഡിറ്ററിനെ കുറിച്ചാണ്. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഗ്രാഫ് എഡിറ്റർ അവൈലബിൾ ആണ്. ഓൾസോ പ്രീമിയർ പ്രോയിലും ഗ്രാഫ് എഡിറ്റർ അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്രാഫ് എഡിറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് നോക്കും. ഒത്തിരി ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല, എങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടും മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ടും വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് AI ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. ആൻഡ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഓൾസോ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ആൻഡ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന Hitpaw വീഡിയോ ഒബ്ജക്റ്റ് റിമൂവർ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഓൾസോ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാം. ആൻഡ് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഇൻ്റർഫേസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ഏതൊരാൾക്കും ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, AI ഒബ്ജക്റ്റ് റിമൂവർ ആൻഡ് AI ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് AI ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ബാക്കി ഈ സോഫ്റ്റ്വെയർ ചെയ്തോളും. ഫസ്റ്റ് നമുക്ക് വീഡിയോയിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ലൊരു വീഡിയോ ആണ്, നല്ലൊരു സീനറി ഉള്ള വീഡിയോ ആണ്. ബട്ട് നമ്മൾ വീഡിയോയിലേക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബോട്ടിൽ കിടപ്പുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ റിമൂവ് ചെയ്യണം. ആൻഡ് അതിനുവേണ്ടി ഞാൻ ഇവിടെ AI ഒബ്ജക്റ്റ് റിമൂവൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ ഈ വാട്ടർ ബോട്ടിലാണ് റിമൂവ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ വാട്ടർ ബോട്ടിൽ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ആൻഡ് നമുക്കിവിടെ പെയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്രഷ് സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ കൂടുതൽ ഏരിയ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ പെയിൻറ്റ് സെലക്ട് ചെയ്യുവാണ്, എന്നിട്ട് ഏരിയ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഇറേസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ഇറേസ് ചെയ്ത് കളയാം. ആൻഡ് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇവിടെ ഫിനിഷ് സെലക്ട് ചെയ്യാം. ആൻഡ് ബാക്കി കാര്യങ്ങളെല്ലാം സോഫ്റ്റ്വെയർ ചെയ്തോളും. ആൻഡ് നമുക്കിവിടെ പ്രീവ്യൂ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ആൻഡ് അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആണ്, സോ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അതിന് മുമ്പ് ഇവിടെ സെറ്റിംഗ്സ് ഐക്കൺ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആൻഡ് ഏത് ഫോർമാറ്റിലാണോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. ആൻഡ് വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. സോ നമുക്കിവിടെ AI ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട വീഡിയോ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണോ അതോ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് വേണോ, ഈ കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഗ്രീൻ സ്ക്രീൻ സെലക്ട് ചെയ്യുവാണ്. ഇത് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ Hitpaw വീഡിയോ ഒബ്ജക്റ്റ് റിമൂവർ യൂസ് ചെയ്ത് ഈസി ആയിട്ട് വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയിലുള്ള ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്തെടുക്കാം. ഇത് AI ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈസി ആയിട്ടും പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ആൻഡ് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനും ബാക്കി ആവശ്യമുള്ള ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ഞാനിവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 സർക്കിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സിമ്പിളായിട്ട് ആനിമേറ്റ് ചെയ്തെടുക്കാം. സോ ഞാൻ ഇവിടെ 2 സർക്കിൾ ലെയറും സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. P ആണ് ഷോർട്ട് കട്ട്. എന്നിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇനി ഒരു 1 സെക്കൻഡ് 30 ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് പൊസിഷൻ റൈറ്റ് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. ആൻഡ് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് പൊസിഷൻ പഴയ രീതിയിലേക്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. സോ ഞാൻ ഇവിടെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് Ctrl+C യൂസ് ചെയ്ത് കോപ്പി ചെയ്യുവാണ്. ദെൻ Ctrl+V യൂസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെ ഞാൻ 2 കീ ഫ്രെയിമും കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു, എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു സിമ്പിൾ ആനിമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതൊരു ലീനിയർ മൂവ്മെൻറ്റ് ആണ്. ഓക്കെ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളിവിടെ ആഫ്റ്റർ എഫക്ട്സിനോട് പറയുവാണ്, ഇവിടെ ഈ ഫസ്റ്റ് കീ ഫ്രെയിമിൽ നമ്മുടെ ബോളിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ പൊസിഷൻ ഇതായിരിക്കണം. എന്നിട്ട് അടുത്ത കീ ഫ്രെയിമിലേക്ക് പോകുമ്പം ഈ സർക്കിളിൻ്റെ പൊസിഷൻ ഇതായിരിക്കണം. ആൻഡ് അടുത്ത കീ ഫ്രെയിമിലേക്ക് പോകുമ്പം ഈ സർക്കിളിൻ്റെ പൊസിഷൻ ഇതായിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്കുള്ള മൂവ്മെൻ്റ് ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് തന്നെ തീരുമാനിച്ചോളൂ. നമുക്ക് ഈ കീ ഫ്രെയിംസിൽ ഈ പൊസിഷനിൽ ഈ സർക്കിൾ വേണം. ആൻഡ് നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു കീ ഫ്രെയിമിൽ നിന്ന് അടുത്ത കീ ഫ്രെയിമിലേക്ക് പോകുന്ന ഒരു ലീനിയർ സ്പീഡിലാണ്, ഒരു ലീനിയർ മൂവ്മെൻ്റ് ആണ്. അതായത് സെയിം സ്പീഡിലാണ് പോകുന്നത്. ആൻഡ് ഈ കീ ഫ്രെയിമിൽ നിന്ന് അടുത്ത കീ ഫ്രെയിമിലേക്ക് എത്തുന്നതും സെയിം സ്പീഡിലാണ്.
ആൻഡ് ഗ്രാഫ് എഡിറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പീഡ് ഓൾട്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പീഡ് ആക്കാൻ വേണ്ടി കഴിയും. സോ അതിനുവേണ്ടി നമുക്ക് ഗ്രാഫ് എഡിറ്റർ യൂസ് ചെയ്യാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഒത്തിരി ഇൻഡെപ്ത് ആയിട്ട് ഗ്രാഫിനെ പറ്റി നോക്കുന്നില്ല, സിമ്പിൾ ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ടേംസ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ആൻഡ് ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനിവിടെ മേളിൽ കാണിച്ചിരിക്കുന്ന സർക്കിളാണ് ലീനിയർ മൂവ്മെൻറ്റുള്ള സർക്കിൾ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് താഴത്തെ സർക്കിൾ ഗ്രാഫ് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. ആൻഡ് ഞാൻ ഇവിടെ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഇവിടെ കീ ഫ്രെയിം സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതാണ് ഗ്രാഫ് എഡിറ്ററിൻ്റെ ഐക്കൺ, അത് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു യെല്ലോ ബോക്സ് കാണാം, അതാണ് കീ ഫ്രെയിം. ഇത് ആദ്യത്തെ കീ ഫ്രെയിം, ഇത് രണ്ടാമത്തെ കീ ഫ്രെയിം, ആൻഡ് ഇത് തേർഡ് കീ ഫ്രെയിം. ആൻഡ് നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഈ ഗ്രാഫ് എഡിറ്ററിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണുള്ളത്. അതായത് ഇതിൻ്റെ സ്പീഡ് വേരി ചെയ്യുന്നില്ല. ഫസ്റ്റ് കീ ഫ്രെയിമിൽ നിന്ന് അടുത്ത കീ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഇതിനും സെയിം സ്പീഡിലാണ് പോകുന്നത്. ആൻഡ് സെക്കൻഡ് കീ ഫ്രെയിമിൽ നിന്ന് തേർഡ് കീ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ സെയിം സ്പീഡിലാണ് പോകുന്നത്. ഇവിടെ സ്പീഡൊന്നും വേരി ആകുന്നില്ല. സോ ഞാൻ ഇവിടെ ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഈ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ECS ചെയ്യാം. ആൻഡ് നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ECSനെ കുറിച്ചൊക്കെ അറിയായിരിക്കും. ആൻഡ് അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ ഇവിടെ കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്തിട്ട് ECS ചെയ്യുവാണ്. F9 ആണ് ഷോർട്ട് കട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് പോയി കഴിഞ്ഞാൽ കീ ഫ്രെയിം അസിസ്റ്റൻസിൽ ECS ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അതുപോലെ ECS ഇൻ ഉണ്ട്, ECS ഔട്ടും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. സോ ഞാൻ ഇവിടെ ECS ചെയ്യുവാണ്. ആൻഡ് എന്താണ് ഇപ്പം ഗ്രാഫ് എഡിറ്ററിൽ സംഭവിച്ചതെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒന്നെങ്കിൽ F9 യൂസ് ചെയ്ത് ECS ചെയ്യാം, അല്ലെങ്കിൽ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ECS ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കീ ഫ്രെയിം അസിസ്റ്റൻറ്റ് സെലക്ട് ചെയ്തിട്ട് ECS ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള ഷോർട്ട് കട്ട് Shift F3 ആണ്. ഓക്കെ, Shift F3 ആണ് ഗ്രാഫ് എഡിറ്ററിനുള്ള ഷോർട്ട് കട്ട്. ആൻഡ് നമ്മൾ കുറച്ച് മുമ്പ് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കാണിച്ചിരുന്നത്. ബട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഒരു ആർച്ച് പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. സോ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ആൻഡ് വീഡിയോ നോക്കുവാണെങ്കിൽ മനസ്സിലാവും താഴത്തെ ആനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആണ് ആൻഡ് നാച്ചുറൽ ആണ്, കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ആനിമേഷൻ ആണ്. ബട്ട് മുകളിലത്തെ ആനിമേഷൻ ലീനിയർ മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലുക്കിംഗ് അല്ല. ആൻഡ് അതുപോലെ അത്ര സ്മൂത്ത് ആയിട്ട് തോന്നുന്നില്ല. നമ്മൾ റിയൽ ലൈഫിൽ ഒരു ബോൾ എറിയുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിൻ്റെ മോഷൻ ഒരിക്കലും ലീനിയർ അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ബോൾ ഞാൻ മുകളിലേക്ക് എറിയുവാണെങ്കിൽ നമ്മൾ എറിയുന്ന സമയത്ത് സ്പീഡ് കൂടുതലായിരിക്കും, മുകളിലേക്ക് ചെല്ലും തോറും അതിൻ്റെ സ്പീഡ് കുറയും. ഏറ്റവും ടോപ്പിൽ എന്ന് കഴിയുമ്പോൾ സ്പീഡ് കംപ്ലീറ്റ്ലി കുറഞ്ഞിട്ട് താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ ഇതിന് ആദ്യം സ്പീഡ് കുറവായിരിക്കും. ആൻഡ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ ഇതിന് സ്പീഡ് കൂടും. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആനിമേഷനിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ആദ്യം സ്പീഡ് കുറവാണ്, ദെൻ നടുക്കോട്ട് വരുന്ന സ്പീഡ് കൂടും, ആൻഡ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും സ്പീഡ് കുറയും. സോ അങ്ങനെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടും സ്മൂത്ത് ആയിട്ടും നല്ല ക്വാളിറ്റി ഉള്ളൊരു മോഷൻ നമുക്ക് കിട്ടും. ആൻഡ് ഈ ഗ്രാഫിലേക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ആദ്യത്തെ കീ ഫ്രെയിമിൽ ഇതിൻ്റെ സ്പീഡ് 0 ആണ്. ദെൻ ഗ്രാജുവലി അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആയി വരും. ഏറ്റവും ടോപ്പിലാകുമ്പം, അതായത് ഏകദേശം ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ മാക്സിമം സ്പീഡാവും. എന്നിട്ട് പതിയെ സ്പീഡ് കുറഞ്ഞ് 0യിലേക്കാവും. പിന്നെയും അവിടുന്ന് സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ആവും. ടോപ്പിൽ വരുമ്പോഴത്തേനും സ്പീഡ് കൂടും, അതായത് സെൻറ്ററിൽ വരുമ്പോഴത്തേനും സ്പീഡ് കൂടും, ആൻഡ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും സ്പീഡ് കുറയും. സോ അങ്ങനെ കുറച്ചുകൂടെ സ്മൂത്ത് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള മോഷൻ നമുക്ക് കിട്ടും. സോ ഇത്രേ ഉള്ളൂ ഗ്രാഫ് എഡിറ്റർ യൂസ് ചെയ്ത് നമുക്ക് ആനിമേഷൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അതിൻ്റെ ഒരു കാര്യം കൂടെ, ഇവിടെ ഒരിക്കലും ആനിമേഷൻ്റെ ടൈമിങ് തെറ്റുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് സർക്കിളിലേക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ആൻഡ് സെക്കൻഡ് സർക്കിളിലേക്ക് നോക്കുവാണെങ്കിലും മനസ്സിലാവും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ നിന്നാണ്. ആൻഡ് മൂവ് ചെയ്ത് അടുത്ത കീ ഫ്രെയിമിലേക്ക് വരുമ്പോഴും ഒരേ പോയിന്റിലാണ്, ആൻഡ് ലാസ്റ്റ് കീ ഫ്രെയിമിലേക്ക് പോകുമ്പോഴും ഒരേ പോയിന്റിലാണ്. സോ ഇവിടെ ടൈമിംഗ് ഒരിക്കലും തെറ്റുന്നില്ല, സ്പീഡാണ് മാറുന്നത്, അല്ലെങ്കിൽ സ്പേസിങ്ങിനാണ് ഡിഫറൻസ് വരുന്നത്. സോ നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ യൂസ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് സ്പീഡ് ഗ്രാഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഒരു സിമ്പിൾ ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ECS ചെയ്യാം. F9 ആണ് ഷോർട്ട് കട്ട്. എന്നിട്ട് നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് Shift + F3. അത് യൂസ് ചെയ്ത് ഞാൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് നിങ്ങൾക്ക് ECS ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രാഫ് എഡിറ്ററിലും ചെയ്യാൻ പറ്റും. ഏതെങ്കിലും കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ECS ചെയ്യാനും ഈസ് ഇൻ ചെയ്യാനും ആൻഡ് ഈസ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന സ്പീഡ് ഗ്രാഫ് ആണ്. ആൻഡ് ഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്പീഡ് ഗ്രാഫ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂ ഗ്രാഫ് സെലക്ട് ചെയ്യാം. ആൻഡ് ബൈ ഡിഫോൾട്ട് ആഫ്റ്റർ എഫക്ട്സ് സ്പീഡ് ഗ്രാഫ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഐക്കൺ യൂസ് ചെയ്തിട്ടും ഇഷ്ടമുള്ള ഗ്രാഫ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ സ്പീഡ് ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് എത്ര സ്പീഡിൽ അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം, ഈ കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്പീഡ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പൊസിഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിക്സൽ പെർ സെക്കൻഡിലായിരിക്കും സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് റൊട്ടേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ ഡിഗ്രി പെർ സെക്കൻഡിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓൾസോ സ്കെയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ പെർസെൻറ്റേജ് പെർ സെക്കൻഡിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും ദ വാല്യൂ ദാറ്റ് ഈസ് ആക്ച്വലി മെഷേർഡ് ഈസ് സ്പീഡ്. ആൻഡ് ഞാനിവിടെ പൊസിഷൻ തന്നെ സെലക്ട് ചെയ്യുവാണ്.
ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനിമേഷൻ്റെ സ്പീഡ് ഇവിടെ 0 ആണ്. ഇവിടുന്ന് സ്പീഡ് ഇൻക്രീസ് ആയി വരും. ആൻഡ് നമ്മൾ ഗ്രാഫിൽ എവിടെയെങ്കിലും മൗസ് വെക്കുവാണെങ്കിൽ എക്സാക്ട് സ്പീഡ് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1311.76 പിക്സൽ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, എനിക്കിവിടെ സ്റ്റാർട്ടിങ് സ്പീഡ് കുറവായിരിക്കണം ആൻഡ് എൻഡ് ചെയ്യുമ്പോഴത്തേനും സ്പീഡ് കൂടി വരണം. ആ രീതിയിലാണ് എനിക്കൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ കീ ഫ്രെയിമിൽ സെലക്ട് ചെയ്യുവാണ്. സോ ഇവിടെ 2 നോട്ട്സ് വന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ 2 ഹാൻഡിൽസ് വന്നിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ഹാൻഡിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ ഗ്രാഫിലേക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ സ്പീഡ് കുറവായിരിക്കും. ഇവിടെ പതിയെ സ്പീഡ് ഇൻക്രീസ് ആയി വരും. എന്നിട്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് സ്പീഡ് ഇൻക്രീസ് ആവും, എന്നിട്ട് ഇങ്ങനെ ഡിക്രീസ് ആയി വരും. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇവിടെ ആദ്യം സ്പീഡ് കുറവായിരിക്കും, ദെൻ പെട്ടെന്ന് ഇൻക്രീസ് ആവും. ആൻഡ് നമുക്ക് ഈ പോർഷനോടെ മോഡിഫൈ ചെയ്ത് കൊടുക്കാം. സോ ഞാൻ കീ ഫ്രെയിം സെലക്ട് ചെയ്യുവാണ്. എനിക്ക് സ്റ്റാർട്ടിങ്ങിലാണ് സ്പീഡ് കൂടുതൽ വേണ്ടത്, എന്നിട്ട് എൻഡിലേക്ക് പതിയെ സ്ലോ ആയി വരണം. അതിനുവേണ്ടി ഞാൻ ഈ ഹാൻഡിൽ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, സോ ഇങ്ങനെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ വേറെ രീതിയിൽ മോഡിഫൈ ചെയ്ത് നോക്കാം. എനിക്കിവിടെ സെൻട്രലാണ് സ്പീഡ് കൂടുതൽ വേണ്ടത്. സോ ഞാൻ ഇവിടെ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഇത് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ആൻഡ് ഈ പോർഷൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ സെൻട്രലായിരിക്കും സ്പീഡ് കൂടുതൽ, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സ്പീഡ് കുറവായിരിക്കും. സോ ഇങ്ങനെ നമുക്ക് സ്പീഡ് ഗ്രാഫ് യൂസ് ചെയ്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് സ്പീഡ് ഗ്രാഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് എങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം, ഈ 2 കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ മാക്സിമം സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വാല്യൂ ഗ്രാഫിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ ഗ്രാഫിനെ കുറിച്ച് നോക്കാം. ആൻഡ് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു കീ ഫ്രെയിം ECC ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലീനിയറിലേക്ക് മാറ്റാൻ വേണ്ടി ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് ലീനിയറിലേക്ക് മാറിക്കോളും. ഓക്കെ, ഞാൻ ഇവിടെ അൺഡു ചെയ്തിട്ട് പഴയതുപോലെ ആക്കുവാണ്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്പീഡ് ഗ്രാഫാണ്. ആൻഡ് അത് വാല്യൂ ഗ്രാഫിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാല്യൂ ഗ്രാഫ് സെലക്ട് ചെയ്യാം. സോ ഇതാണ് വാല്യൂ ഗ്രാഫ്. ആൻഡ് വാല്യൂ ഗ്രാഫിൽ നമ്മൾ പൊസിഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് പൊസിഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പോലും കഴിയത്തില്ല, ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് പോലും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ബട്ട് സ്കെയിൽ എടുത്താലും ഇവിടെ റൊട്ടേഷൻ എടുത്താലും ഒക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് പൊസിഷൻ എടുത്താൽ മാത്രം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ പൊസിഷനിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ നമ്മൾ ഈ പൊസിഷനെ സെപ്പറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ഇവിടെ സെപ്പറേറ്റ് ഡിമെൻഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും സെപ്പറേറ്റ് ആയിരിക്കുന്നതാണ്. ആൻഡ് വൈ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് എക്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതിൻ്റെ കാരണം നമ്മളിവിടെ വൈ ആക്സിസിൽ ആനിമേഷൻ ഒന്നും ചെയ്തിട്ടില്ല. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെൻ്റ് ആണ്. ആൻഡ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. നമ്മളിവിടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാത്രമേ ആനിമേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ അതാണ് വൈ ആക്സിസ് സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് വാല്യൂ ഗ്രാഫ് മെഷർ ചെയ്യുന്നത് വാല്യൂവിനെയാണ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഡ് ഗ്രാഫ് മെഷർ ചെയ്യുന്നത് സ്പീഡിനെയാണ്. ഓക്കെ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 295 ആണ്. ആൻഡ് പ്ലേ ഹെഡ് കുറച്ചുകൂടെ മുമ്പോട്ട് മാറ്റുവാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ 633 ആണ്. ഇനി ഞാൻ മൗസ് ഈ ലൈനിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കുവാണെങ്കിൽ നമുക്ക് എക്സാക്ട് പൊസിഷൻ്റെ വാല്യൂ കാണാം. ഇവിടെ 1136 പിക്സലാണ് ഇതിൻ്റെ പൊസിഷൻ. ഞാൻ ഇവിടെ പ്ലേ ഹെഡ് മാറ്റിയിട്ട് അങ്ങോട്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഇവിടെ 1136 ആണ് ഇതിൻ്റെ പൊസിഷൻ. ദാറ്റ് മീൻസ് ഈ വാല്യൂ ഗ്രാഫ് വാല്യൂ ആണ് മെഷർ ചെയ്യുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. എനിക്ക് ഈ പൊസിഷൻ, അതായത് 1136 പൊസിഷൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെങ്കിൽ ഞാൻ ഇവിടെ ഈ ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ഈ ഹാൻഡിൽ ഇങ്ങനെ മോഡിഫൈ ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും ഇനി 1136 പൊസിഷൻ വരുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിലാണ്. സോ ഞാൻ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ ആനിമേഷൻ സ്റ്റാർട്ടിങ്ങിൽ സ്ലോ ആയിരിക്കും, എന്നിട്ട് ഗ്രാജുവലി ഇൻക്രീസ് ആയി വരും. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ സ്പീഡ് കുറവായിരിക്കും ആൻഡ് ഗ്രാജുവലി ഇൻക്രീസ് ആയി വരും. ആൻഡ് ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് പറഞ്ഞുതരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ മാക്സിമം സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ വാല്യൂ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് വാല്യൂ മോഡിഫൈ ചെയ്തിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. എനിക്ക് ഈ ആനിമേഷനിൽ വാല്യൂവിൻ്റെ സ്പീഡ് ആദ്യം നല്ല രീതിയിൽ ഇൻക്രീസ് ആവണം, പിന്നെ പതിയെ ഇൻക്രീസ് ആയി വന്നാൽ മതി. ഓക്കെ, സോ ഞാൻ ഈ ഹാൻഡിൽ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്പീഡിൽ വാല്യൂ ഇൻക്രീസ് ആവുന്ന രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും പെട്ടെന്ന് ഇങ്ങനെ വാല്യൂ ഇൻക്രീസ് ആവും, എന്നിട്ട് ഗ്രാജുവലി പതിയെ ഇൻക്രീസ് ആയി വരും. നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. ഇത് കണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ വാല്യൂ പെട്ടെന്ന് ഇൻക്രീസ് ആവും, എന്നിട്ട് പതിയെ ഇൻക്രീസ് ആയി വരത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് വാല്യൂ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് വാല്യൂ മോഡിഫൈ ചെയ്തിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം.
ആൻഡ് നിങ്ങൾക്ക് വാല്യൂ ഗ്രാഫിനെ പറ്റിയും സ്പീഡ് ഗ്രാഫിനെ കുറിച്ചൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ ആണെങ്കിൽ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. 2 കീ ഫ്രെയിംസിൻ്റെ ഇടയ്ക്ക് എത്ര സ്പീഡിൽ ഒരു ലെയർ മൂവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വാല്യൂ ഗ്രാഫും സ്പീഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈസ് ഈസ്, ഈസ് ഇൻ ആൻഡ് ഈസ് ഔട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വന്നൊരു സിമ്പിൾ ആനിമേഷൻ. ഇപ്പോൾ ഇത് ലീനിയർ കീ ഫ്രെയിം ആണ്, സെയിം സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കീ ഫ്രെയിം 2 സെലക്ട് ചെയ്തിട്ട് ഈസി ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കട്ട് F9 ആണ്. സോ കീ ഫ്രെയിം കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ആൻഡ് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഗ്രാഫ് കുറച്ചുകൂടെ കെയർവ് ആയിരിക്കുന്നതാണ്. സ്പീഡ് പതിയെ ഇൻക്രീസ് ആവും ആൻഡ് എൻഡിൽ സ്പീഡ് പതിയെ ഡിക്രീസ് ആവും. സോ ഇതാണ് ഈസി ഈസ്. ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസി ഈസ് ഔട്ട് സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും സ്റ്റാർട്ടിങ്ങിൽ സ്പീഡ് പതിയെ ഇൻക്രീസ് ആവും, സ്ലോ ആയിട്ടായിരിക്കും സ്പീഡ് ഇൻക്രീസ് ആവുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻസ്, ഈസി ഈസ് ഇന്ന് സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും എൻഡിങ്ങിൽ പതിയെ ആയിരിക്കും സ്പീഡ് ഡിക്രീസ് ആവുന്നത്. സോ ഇത്രയുള്ള വ്യത്യാസം. ഈസീസ് സെലക്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഗ്രാജുവലി സ്പീഡ് ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഡിക്രീസ് ആവും. ആൻഡ് ഈസീസ് ഔട്ട് കൊടുക്കുവാണെങ്കിൽ സ്പീഡ് ഗ്രാജുവലി ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ഈസീസ് ഇന്ന് കൊടുക്കുവാണെങ്കിൽ സ്പീഡ് ഗ്രാജുവലി ആയിരിക്കും ഡിക്രീസ് ചെയ്ത് വരുന്നത്. സോ ഇത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആൻഡ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ഗ്രാഫ് എഡിറ്റർ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് പ്രീമിയറിലും വെലോസിറ്റി സ്പീഡ് ഗ്രാഫ് അവൈലബിൾ ആണ്. ആൻഡ് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ പ്രീമിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആനിമേറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ട് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് പൊസിഷൻ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ലീനിയർ ആയിട്ടൊരു ആനിമേഷൻ കിട്ടും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന രീതിയിൽ. നമുക്കിനി ഇവിടെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ടെക്സ്റ്റ് മൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആനിമേഷൻ ഫുള്ള് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വന്നു ആൻഡ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നൊരു സിമ്പിൾ ആനിമേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലീനിയർ മൂവ്മെൻ്റ് ആണ്, സെയിം സ്പീഡാണ്. ആൻഡ് നമുക്കിത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നമ്മളിവിടെ പൊസിഷൻ്റെ സൈഡിൽ ഒരു ചെറിയ ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. ആൻഡ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗ്രാഫ് കാണാം. ആൻഡ് ഗ്രാഫ് ലീനിയർ ആണ്. സോ നമുക്ക് ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ടെമ്പറൽ ഇൻ്റർപൊലേഷൻ ആൻഡ് ഈസ് ഔട്ട് കൊടുക്കാം. സോ സ്റ്റാർട്ടിങ് സ്മൂത്ത് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈസ് ഇൻ കൊടുക്കാം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആനിമേഷനിലെ ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഈസ് ഔട്ട് കൊടുക്കാം. ആൻഡ് സെക്കൻഡ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഈസ് ഇൻ കൊടുക്കാം. നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ കണ്ട പോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു ഈസി ഈസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രാഫ് മോഡിഫൈ ചെയ്യാം. സോ ഞാൻ ഇവിടെ രണ്ടാമത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് എനിക്ക് മേ ബി സ്റ്റാർട്ടിങ്ങിലാണ് സ്പീഡ് കൂടുതൽ വേണ്ടത്. സോ ഞാൻ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഇവിടെ എനിക്ക് എൻഡിങ്ങിലാണ് സ്പീഡ് കൂടുതൽ വേണ്ടത്. സോ ഞാൻ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ആനിമേഷൻ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും സ്റ്റാർട്ടിങ് സ്പീഡ് കൂടുതലായിരിക്കും, ദെൻ ഗ്രാജുവലി കുറഞ്ഞു വരും. ആൻഡ് രണ്ടാമത്തെ ആനിമേഷൻ തുടങ്ങുമ്പോഴത്തേനും സ്റ്റാർട്ടിങ് സ്പീഡ് കുറവായിരിക്കും, എന്നിട്ട് ഗ്രാജുവലി കൂടി വരും. സോ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്ത പോലെ തന്നെ പ്രീമിയറിലും ഗ്രാഫ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഗ്രാഫ് എഡിറ്ററിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. കുറച്ച് ഹാർഡായിട്ടുള്ള ടോപ്പിക് ആയിരുന്നു പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. എങ്കിലും മാക്സിമം ക്ലിയർ ആയിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് ഹിറ്റ്പോ ഒബ്ജക്റ്റ് റിമൂവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.